السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين، أما بعد. ചേഞ്ച് സ്വലാത്ത് ഗ്രൂപ്പിലെ കരുണാമയനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അനുഗ്രഹവും കാരുണ്യവും തിരുനോട്ടവും സംരക്ഷണവും എൻ്റെയും നിങ്ങളുടെയും മേൽ നിരന്തരം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ജീവൻ്റെ തുടിപ്പായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയേണ്ടതുപോലെ അറിയാനും സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൻ്റെ പേരിൽ കിട്ടേണ്ട നന്മകൾ എന്തൊക്കെയാണോ അത് മുഴുവനും കരസ്ഥമാക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പ്രിയ അനുജനെ പോലെ സ്നേഹിക്കുന്ന ഡോക്ടർ മുഹസിൻ ഈ ഗ്രൂപ്പിനെ പറ്റി എന്നോട് സംസാരിക്കുകയും ഈ ഗ്രൂപ്പ് ആരംഭിച്ചതിൻ്റെ മഹോന്നതമായ ലക്ഷ്യത്തെപ്പറ്റി അറിയിക്കുകയും ഈ ഗ്രൂപ്പിൽ ഒരു ചെറിയ നസീഹത്ത് നടത്തണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പരിമിതികളുടെ ഇടയിൽ ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളുമായി ഇങ്ങനെ ഒരു സംവദിക്കുന്നതിന് ഉള്ള അവസരമുണ്ടായത്. കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും സ്വീകരിക്കുകയും അതിലെല്ലാം അല്ലാഹു പരിപൂർണമായ ഇഖ്ലാസ് നൽകുകയും അതുവഴി നമുക്ക് അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും പൂർണ്ണമായ തൃപ്തി ലഭ്യമാകുന്നതിന് തൗഫീഖ് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ഒന്നും അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. ശരിക്കും ഞാനും നിങ്ങളും മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവിടുത്തെയുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി അറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം റസൂലുള്ളാഹിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന, കുടുംബബന്ധമുണ്ടായിരുന്ന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ എന്ന വണ്ണം ചെറുപ്പത്തിൽ വളർന്നു വന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന സ്വർഗത്തിലെ രാജ്ഞിയും നായികയുമായ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുത്തത് ഉൾപ്പെടെ എല്ലാ ഭാഗ്യങ്ങളും കിട്ടിയ മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു തആല അൻഹു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി പൂർണ്ണമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സമ്മതിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പറയാൻ കഴിയുന്ന ഇത്രയേ ഉള്ളൂ എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എനിക്ക് പറയാൻ കഴിയുന്ന ഇത്രയേ ഉള്ളൂ. എനിക്ക് കിട്ടിയ എല്ലാ അറിവുകളുടെയും അവസാനം എനിക്ക് പറയാൻ കഴിയുന്ന ഇതാണ്: ലം അറ ഖബ്ലഹു മിസ്ലഹു വലം അറ ബഅദഹു മിസ്ലഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ നിന്ന് ആരെയെല്ലാം കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഒരാളെ എനിക്ക് മനസ്സിലാക്കാനും കാണാനും കഴിഞ്ഞിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ ആരെയെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ അതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഒരാളെ എനിക്ക് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാറിടത്തിൽ തലചായിച്ച് സന്തോഷപൂർവമായ നിമിഷങ്ങൾ പങ്കിടാൻ അവസരം കിട്ടിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉമ്മയായ സയ്യിദത്തുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പോലും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിരവധി തവണ സമ്മതിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, എൻ്റെ അടുക്കൽ ഇങ്ങനെ ഹബീബായ നബി ഇരിക്കും, എന്നോട് സന്തോഷപൂർവമായ സംസാരിച്ചു കൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ മുഹൂർത്തങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശരീരത്ത് സ്പർശിച്ചു കൊണ്ടിരിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ള മഹാഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളിൽ ഞാൻ ഇരിക്കുമ്പോഴായിരിക്കും ബിലാലിൻ്റെ ബാങ്കുലി കേൾക്കുന്നത്.
ബാങ്കുലി കേട്ടാൽ പിന്നെ ഹബീബിന് എന്നെ യാതൊരു പരിചയവുമില്ലാത്ത അവസ്ഥ പോലെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഏതോ ഒരു ലോകത്തെന്ന വണ്ണം ഇറങ്ങി പെട്ടെന്ന് എൻ്റെ അടുക്കൽ നിന്ന് എൻ്റെ കൈ വിടുവിപ്പിച്ചിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് എത്ര ചിന്തിച്ചാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി മനസ്സിലാക്കിയത് അള്ളാഹു മാത്രമാണ്. ഓരോ മനുഷ്യനും അവരവരുടെ ഖദർ അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ ആ ഖദറായിരിക്കില്ല അബൂബക്കർ സിദ്ദീഖിൻ്റേത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ അതേ ഖദറായിരിക്കില്ല ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റേത്. ഇവരാരും മനസ്സിലാക്കിയ ഖദറായിരിക്കില്ല സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കിയത്, ഖദീജ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോരുത്തർക്കും, അതായത് ഒരു പാത്രത്തിലേക്ക് നാം വെള്ളമൊഴിച്ചാൽ ഒരു ഗ്ലാസിന്റെ പാത്രം അതൊരു ബോട്ടിലാണെങ്കിൽ ആ ബോട്ടിലേക്ക് നാം വെള്ളമൊഴിക്കുമ്പോൾ ആ ബോട്ടിലിന്റെ രൂപത്തിലായിരിക്കും വെള്ളം നാം കാണുന്നത്. ഒരു ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസിന്റെ രൂപത്തിലായിരിക്കും വെള്ളം നാം കാണുന്നത്. അതൊരു വ്യത്യസ്തമായ ഒരു ഭരണിയാണെങ്കിൽ ആ ഭരണിയുടെ രൂപത്തിലായിരിക്കും വെള്ളം കാണുന്നത്. ഒരു പരന്ന പാത്രമാണെങ്കിൽ ആ പാത്രത്തിന്റെ രൂപത്തിലായിരിക്കും നാം വെള്ളം കാണുന്നത്. അപ്പോൾ ഓരോരുത്തരും കാണുന്നത് വെള്ളത്തെയാണെങ്കിലും അതെവിടെയാണോ ആ വെള്ളം ഒഴിക്കപ്പെട്ടിരിക്കുന്നത്, എവിടെയാണോ ആ വെള്ളം ഇരിക്കുന്നത്, അതിൻ്റെ രൂപത്തിലും അതിൻ്റെ രീതിയിലുമായിരിക്കും കാണുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോരുത്തരുടെ ഹൃദയത്തിലും എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നിട്ടുള്ളത്, ആ ഖദറിനനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അറിയാനും മനസ്സിലാക്കാനും കഴിയുന്നത്. നമുക്കറിയും, മഹാനായ ഇമാം ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ വളരെ ക്രൂരമായി തടവിലിട്ട് പീഡിപ്പിച്ചു. ആ തടവിൽ കിടന്നുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ പീഡനത്തിന്റെ കാലഘട്ടം പ്രവാചക പ്രേമത്തിൻ്റെതും പ്രവാചകനെ കുറിച്ച് അറിയാനുമുള്ള കാലഘട്ടമായി ആയപ്പോൾ അവിടുന്ന് അങ്ങനെ രൂപപ്പെട്ടു വന്നത് 4 മദ്ഹബിൽ നിന്നും ഒരു മദ്ഹബിന്റെ ഇമാമാണ് രൂപപ്പെട്ടു വന്നത്. ആ ഇമാമിനുണ്ടാകേണ്ട പാണ്ഡിത്യം, ആ ഇമാമിനുണ്ടാകേണ്ട ഓരോ വിഷയത്തിലും മുടിനാരിഴ കീറി ഉണ്ടാകേണ്ട ആ പാടവം, അദ്ദേഹത്തിന്റെ ഓരോ വിഷയത്തിലുമുള്ള അങ്ങേയറ്റത്തെ അവഗാഹം, ഇതെല്ലാം രൂപപ്പെട്ടു വന്നത് പ്രവാചക പ്രേമത്തിന്റെ ലഹരി അദ്ദേഹം അതികഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് തടവിൽ കിടക്കുമ്പോഴാണ്. മഹാനായ സയ്യിദുന ഇമാം സറഖ്സി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വളരെയധികം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ്. അങ്ങനെ പീഡനങ്ങളും പ്രയാസങ്ങളും എത്രത്തോളം എന്നാൽ അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലാണ് അന്നത്തെ ഭരണകൂടം, അധികാരിവർഗം അദ്ദേഹത്തെ തടവിലിടാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെ സാധാരണ പോലെ ജയിലിലോ ഏതെങ്കിലും സാധാരണ ഒരു മുറിയിൽ തടവിലാക്കുകയല്ല ചെയ്തത്. മറിച്ച് അദ്ദേഹത്തെ അതിഭീകരമായ ഒരു പൊട്ടക്കിണറ്റിൽ, ഒരുപാട് ക്ഷുദ്രജീവികളുള്ള ഒരു പൊട്ടക്കിണറ്റിൽ, ഇല്ലാത്ത ഒരു പൊട്ടക്കിണറ്റിൽ അദ്ദേഹത്തെ തടവിലിടുകയാണ് ചെയ്തത്. ആ പൊട്ടക്കിണറ്റിലേക്ക് ഇറക്കി അവിടുന്ന് മേലേക്ക് കയറാനോ അനങ്ങാനോ ഒന്നും കഴിയാത്തവണ്ണം അദ്ദേഹത്തെ തടവിലിടുകയാണ് ചെയ്തത്. ആ തടവിൽ കിടന്നുകൊണ്ട് പ്രവാചക പ്രേമത്തിന്റെ ലഹരി അദ്ദേഹത്തിന്, ആ ലഹരിയിലൂടെ രൂപപ്പെട്ടു വന്നത് എന്താ? ജംഇയ്യത്തുൽ ഉസൂൽ എന്നും അതുപോലെ ജംഇയ്യത്തുൽ ഉസൂൽ എന്ന ഗ്രന്ഥം, അതുപോലെ തന്നെ അൻ-നിഹായ എന്ന ഗ്രന്ഥം, ഈ 2 ഗ്രന്ഥങ്ങൾ ഈ തടവിന്റെ അഗാധമായ പൊട്ടക്കിണറ്റിന്റെ അഗാധതയിലെ അതികഠിനമായ അതിഭീകരമായ പീഡനങ്ങളുടെ നടുവിൽ അദ്ദേഹത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടവും പ്രേമവും അതിന്റെ ലഹരിയും അതുകൊണ്ട് എത്തിച്ചത് 2 ഉന്നതമായ ഗ്രന്ഥങ്ങൾ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിച്ചതിലൂടെയാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രവാചക സ്നേഹത്തെപ്പറ്റി നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രവാചകാനുരാഗത്താൽ ഒരിക്കൽ പോലും മദീന പള്ളിയിലെ മുദരിസായിരുന്ന, മദീന പള്ളിയിലെ 10,000-ങ്ങൾക്ക് ദർസെടുത്തു കൊടുക്കുന്ന മഹാനായ ഗുരുവര്യനായിരുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആ മദീന പള്ളിയിലോ പരിസരത്തോ ഒരിക്കലും ചെരുപ്പിട്ട് നടന്നിട്ടില്ല. ഒരിക്കലും അവിടുന്ന് ചെരുപ്പിടാൻ തയ്യാറായിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പാദം സ്പർശിക്കപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് എന്റെ പാദം സ്പർശിക്കുകയാണെങ്കിൽ അവിടെ ചെരുപ്പിട്ട് സ്പർശിക്കുന്നത് അദബ് കേടാണ്,
ആ ഭാഗത്ത് ചെരുപ്പോടുകൂടിയാണ് എൻ്റെ പാദം സ്പർശിക്കുന്നതെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശനത്തിന്റെ സൗഭാഗ്യമേറ്റ ആ പുണ്യമായ മണ്ണിൽ ഡയറക്റ്റ് എൻ്റെ കാല് മുട്ടുന്നതിന് തടസ്സമാകുമല്ലോ എന്ന രണ്ട് കാരണങ്ങളാൽ, ഒന്ന് അദബുകേടാകുമെന്നത്, മറ്റൊന്ന് റസൂലുള്ളാഹി ചവിട്ടിയ പുണ്യമായ മണ്ണിലെങ്ങാനും ഞാൻ ചവിട്ടാനുള്ള ഭാഗ്യം കിട്ടിയാൽ എൻ്റെ കാലവിടെ പതിയുമ്പോൾ ആ പതിയുന്ന ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് പതിഞ്ഞെടുത്ത് ചെരുപ്പ് കൊണ്ടൊരു മറ വന്നുകൂടാ എന്നതുകൊണ്ട്. ഇതേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും മദീനയുടെ മണ്ണിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ടില്ല. നാം ഒരുപാട് കേട്ടിട്ടുള്ള ചരിത്രമാണ്. ഒരിക്കൽ ഫർളായ ഹജ്ജിന് വേണ്ടിയല്ലാതെ ഒരിക്കൽ പോലും മദീന വിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടില്ല. എന്താ അതിന് കാരണം പറഞ്ഞത്? സുന്നത്തായ ഹജ്ജ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, തവാഫ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഉംറ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ബൈത്തുള്ളാഹിൽ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആ പോകുന്ന വഴിയിലെങ്ങാനുമാണ് അല്ലാഹു തആല എൻ്റെ അന്ത്യം നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ എൻ്റെ ഹബീബിന്റെ അടുക്കൽ ഞാൻ അടക്കപ്പെടാതെ പോകുമല്ലോ. എൻ്റെ മയ്യിത്ത് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങിയിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് റസൂലുള്ളാഹിന്റെ അയൽക്കാരനായിട്ട് എനിക്ക് എന്നും കഴിയണമെന്നതാണ് എൻ്റെ ആഗ്രഹം. ആ ഭാഗ്യം നിഷേധിക്കപ്പെട്ടു പോകുമല്ലോ എൻ്റെ യാത്രയുടെ ഇടയിൽ എവിടെങ്കിലും വെച്ച് ഞാൻ മരണപ്പെട്ടു പോയാൽ. ഇതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്നേഹം. ഇങ്ങനെയായിരുന്നു. അബൂ ലുഅ്ലുഅത്തുൽ ഫൈറൂസിയുടെ കുത്തേറ്റ് കിടന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുത്തേറ്റ് പിടഞ്ഞു കിടക്കുന്ന ഘട്ടത്തിൽ തൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട്, തൻ്റെ ഭാര്യയോട് ബന്ധപ്പെട്ട്, തൻ്റെ മക്കളോട് ബന്ധപ്പെട്ട്, എന്തിനേറെ താൻ പ്രസിഡന്റ് ആയിരുന്ന 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുണ്ടായിരുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭാവിയെപ്പറ്റി ഇത്തരം കാര്യങ്ങളൊന്നുമല്ല ആ സമയത്ത് സംസാരിച്ചത്. സംസാരിക്കാൻ വെമ്പുന്നത് കണ്ട് അടുത്തേക്ക് വന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്താ? മോനെ, നമ്മുടെ ഉമ്മാന്റെ അടുക്കലേക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോകണം. എന്നിട്ട് ചോദിക്കണം, അള്ളാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖാണുള്ളത്. അതിന്റെ അടുത്ത് ഒരാളിന് കൂടി തങ്ങാനുള്ള ഒരു ഖബർ കൂടി അടക്കാനുള്ള സ്ഥലം അവിടെയുണ്ട്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പോയി ചോദിക്കണം, ഉമ്മായോട് പോയി ചോദിക്കണം. അത് ഉമറിന് തരുമോ എന്നൊന്ന് ചോദിക്കണം. ഉമറിന് അത് തരുമോ? ആ ഭാഗത്ത് എന്നെ അടക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കണം. ആ സമയത്ത്, ആ അവസാന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള, തന്റെ ഉമറിന്റെ നാവിൽ അല്ലാഹു തആല ഹക്കിനെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു, ഉമറിന്റെ നാവിലൂടെ ഹക്കിനെ വെളിയിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള, സ്വർഗം വാഗ്ദാനം ചെയ്ത 10 പേരിൽ രണ്ടാമത്തെ ആളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് പറഞ്ഞിട്ടുള്ള എത്രയെത്രയോ അനുഗ്രഹങ്ങൾ. മാലഖീക ശൈത്വാനു സാലികൻ ഫജ്ജൻ ഖത്തു ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, ശൈത്താനെങ്ങാനും ഉമർ കടക്കുന്ന ഒരു വഴിയിൽ, ശൈത്താനെങ്ങാനും വരുന്ന ഒരു വഴിയിൽ ഉമറിനെ എങ്ങാനും കണ്ടാൽ, ഉമർ ആ വഴിയുടെ ഒരു അറ്റത്തെങ്ങാനും കാലെടുത്ത് വെച്ചാൽ, ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ, ഉമറേ, ഉമർ വരുന്ന വഴിയിൽ നിന്ന് ഓടി മാറിയല്ലാതെ ശൈത്താൻ പോകില്ല, ആ വഴിയിലൂടെ ശൈത്താൻ നടക്കൂല എന്ന് പറഞ്ഞ ശൈത്താൻ എന്ന അള്ളാഹുവിന്റെ ശത്രു, ലോക മുസ്ലിം ഉമ്മത്തിന്റെ ശത്രു, പ്രവാചകന്റെ ശത്രു, ആ നികൃഷ്ടനായ ശൈത്താൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ മാറിപ്പോകും എന്ന് പറഞ്ഞ അത്രയും അല്ലാഹു തആല ഈമാന്റെ ശക്തി കൊണ്ട് അനുഗ്രഹിച്ച ആ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്താ പറയുന്നത്? മരിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഹബീബിന്റെ തൊട്ടടുത്ത് കിടക്കണം, അതിനുള്ള ഒരു അനുമതി ഉമ്മാടെ അടുത്ത് ചോദിക്കണം ആയിഷ റളിയല്ലാഹു അൻഹയോട്. അനുമതി കിട്ടിക്കഴിഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോഴെന്താ പറഞ്ഞത്? വല്ലാത്തൊരു ചോദ്യമായി പോയി. ഞാൻ വളരെയധികം ആഗ്രഹിച്ചതാണ് എൻ്റെ ഹബീബ് കിടക്കുന്നതിന്റെ തൊട്ടടുത്ത്, എൻ്റെ ഉപ്പ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് എനിക്കും കൂടി അന്ത്യവിശ്രമം കൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഉമർ അങ്ങനെ ചോദിച്ചോ? എന്നാ പിന്നെ അമീറുൽ മുഅ്മിനീന് അത് ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ആശ്വാസം കൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. വീണ്ടും പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ കൊണ്ടുപോയി അടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി അവിടെ വെച്ചിട്ട് വീണ്ടും ഒന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കണം, അനുമതി ചോദിച്ചിട്ട് മാത്രമേ എന്നെ അവിടെ അടക്കാവൂ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബിന്റെ സാമീപ്യത്തിന്റെ സന്തോഷം ജീവിതകാലം മൊത്തം അനുഭവിച്ച് മരണപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോൾ, ആ വഫാത്താകുന്നതിന് തൊട്ടടുത്തുണ്ടായി
അവസാനം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എല്ലാ വാഗ്ദാനവും കിട്ടിയ വ്യക്തി സ്വർഗത്തിന്റെ അത്യുന്നതമായ പദവി കിട്ടും എന്ന ആ ഉറപ്പ് അള്ളാഹിന്റെ റസൂൽ കൊടുത്താൽ പിന്നെ സംശയമില്ലാത്ത വ്യക്തിയാണ് പറയുന്നത്, എനിക്ക് എന്റെ ഹബീബിന്റെ ചാരത്തൊന്ന് അടങ്ങണം, അതിനുള്ള ഭാഗ്യം കിട്ടണം, അതിനൊന്ന് അനുമതി ചോദിക്കണം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് വെച്ചിരുന്ന അവരുടെ അനുയായികളാണ് ഞാനും നിങ്ങളുമൊക്കെ. എനിക്കും നിങ്ങൾക്കും എങ്ങനെയാ ഈ ഇഷ്ക് പ്രകടിപ്പിക്കാൻ കഴിയുക? എനിക്കും നിങ്ങൾക്കും എങ്ങനെയാ ഇതിന്റെ ഒരു കോടിയിലൊരു അംശമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകനോടുള്ള ഇഷ്കുണ്ടോ? നാം ഓരോരുത്തരും ആലോചിക്കണം. നമുക്ക് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം പൂർണ്ണമാണോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞ ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വഉൽദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, പ്രപഞ്ചത്തിലുള്ള സർവ്വ മനുഷ്യരെക്കാളും ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞ ആ യഥാർത്ഥമായ ഈമാൻ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? നാം ആത്മപരിശോധന നടത്തണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം, എന്റെ ഭാര്യയോടാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം? എന്റെ ഹബീബിനോടാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം? എന്റെ പുന്നാര കുഞ്ഞുങ്ങളോടാണോ, മക്കളോടാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം? എന്റെ ഹബീബിനോടാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം? എന്റെ മാതാപിതാക്കളോടാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം? അതേ എന്റെ ഹബീബിനോടാണോ സ്നേഹം? ഹബീബിനോടാണ് സ്നേഹമെന്ന് ഹൃദയം 1, 2, 3 വട്ടം മറുപടി തന്ന് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും യഥാർത്ഥ മുഅ്മിനാകുന്നത്. നമുക്കറിയാം അല്ലാഹു തആല വെച്ചിരിക്കുന്ന ആ ഒരു ക്രമം നാം ഒന്ന് നോക്കുക. ഞാനും നിങ്ങളും പിറന്നു വീണ ഘട്ടത്തില് നമ്മുടെ അടുക്കൽ എല്ലാ മുഅ്മിനായ മനുഷ്യന്റെയും കുഞ്ഞുങ്ങളുടെ അടുക്കൽ ബാങ്ക് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ആ ബാങ്ക് കൊടുക്കുന്ന ഏറ്റവും ആദ്യമായി കേൾക്കുന്ന ശബ്ദത്തിൽ നമ്മുടെ ഉപ്പാടെ പേരവിടെ പറഞ്ഞ് നാം കേട്ടില്ല, നമ്മുടെ ഉമ്മാടെ പേരവിടെ പറഞ്ഞ് കേട്ടില്ല, നമുക്ക് പ്രിയങ്കരായ പിന്നീട് ആരുടെയെങ്കിലും പേര് അവിടെ പറഞ്ഞു കേട്ടില്ല. അല്ലാഹ് എന്ന അത്യുന്നതമായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ജഗന്നിയന്താവായ നാഥന്റെ പേരിനോടൊപ്പം പറഞ്ഞു കേട്ടത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. പിന്നീട് അന്ന് കേട്ട ആ പേരിനെ തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും അധികം നാം സ്നേഹിക്കേണ്ടത്. ആ പേരിന്റെ ഉടമയാണ്. എന്നിട്ട് നമ്മോട് പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന നമുക്ക് ബോധം ആയതിനു ശേഷം, നമുക്ക് വകതിരിവ് വന്നതിന് ശേഷം പിന്നീട് നാം കേൾക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പന എന്താ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി ഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പറഞ്ഞപ്പോൾ ഒരു മദ്ഹബിന്റെ ഇമാമുമാരും ഒരു സ്വഹാബത്തും ഒരു ഹദീസിന്റെ വ്യാഖ്യാതാക്കളും ഒരു ഖുർആന്റെ വ്യാഖ്യാതാക്കളും നമ്മോട് പറയുന്നില്ല മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൽ ജീവിതത്തിൽ നിർബന്ധമാണ് എന്ന് പറയുന്നില്ല. മറിച്ച് അത് സുന്നത്താണ്, അത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അല്ലാഹുവും അവന്റെ മലായികത്തുകളും സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങളും സ്വലാത്ത് ചൊല്ലണം എന്ന് പറയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആ പ്രാർത്ഥന നമ്മോട് പറയുന്നത് അത് നിർബന്ധമാണ് എന്നാണ് എല്ലാവരും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫർളായ നമസ്കാരത്തിന് പൂർണ്ണത കിട്ടണമെങ്കിൽ, നമസ്കാരം ശരിയാകണമെങ്കിൽ, പൂർണ്ണത കിട്ടണമെങ്കിൽ അല്ല ശരിയാകണമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഇത്രയും പറയാത്ത ഒരു നമസ്കാരവും പ്രപഞ്ചത്തിൽ ഒരാളുടേതും ശരിയാവുകയില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയൽ നിർബന്ധമാക്കി. ജീവിതകാലം മൊത്തം പ്രായപൂർത്തിയായതിനു ശേഷം മരണത്തിന്റെ ഘട്ടം വരെ ഒരു ഘട്ടത്തിലും നമസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. ആ ഘട്ടത്തിൽ ഒന്നും പ്രവാചകന്റെ പേര് പറയുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. വളരെ തിരക്കുള്ള അവസ്ഥ, ഒന്ന് പെട്ടെന്ന് നിസ്കരിച്ചു പോകണം, നീ 4 റക്അത്ത് 2 റക്അത്ത് ആക്കിക്കോ, അല്ലെങ്കിൽ നീ ജംആക്കിക്കോ. അങ്ങനെ ജംആക്കിയാലും ഖസ്റാക്കിയാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയുന്നതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നമസ്കാരവും ഇല്ല സഹോദരങ്ങളെ. അന്ന് ഏറ്റവും ആദ്യം കാതിൽ കേട്ട ആ പേരിന്റെ ഉടമയാണ്
തന്നെയാണ് ഏറ്റവും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ വന്നിട്ട് ഖബറിലേക്ക് നമ്മെ കൊണ്ടുവെക്കുന്ന ഘട്ടത്തിൽ നമ്മോട് ചോദിക്കുന്നത് എന്താ? ഇതാരാണ്? ഈ മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പുരുഷനെ പറ്റി അതാണ് ചോദിക്കുന്നത്. അപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ ഉണർവിലും കാണും എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള മഹാഭാഗ്യം ഒരാൾക്ക് കിട്ടിയാൽ ആ ആള് മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞത് ഏറ്റവും അവസാന വേളയിൽ റൂഹ് പോകാൻ പോകുന്ന സമയത്തെങ്കിലും ഉണർവിൽ അള്ളാഹുവിന്റെ ഹബീബിനെ, ആ സ്വപ്നത്തിലല്ല പിന്നെ ഉണർവിൽ തന്നെ കാണാനുള്ള ഭാഗ്യം കിട്ടും എന്ന് തന്നെയാണ് ആ ഹദീസിന്റെ വ്യാഖ്യാനം എന്നാണ് വളരെ പ്രാമാണികരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം നമ്മുടെ ജീവനേക്കാൾ സ്നേഹിച്ച്, നമുക്ക് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? നമുക്ക് 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ ആ നമസ്കാരത്തിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇതല്ലാത്തപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് 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 സ്വലാത്ത്. ഇങ്ങനെ സ്വലാത്ത് കൊണ്ട് നാവിനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക, നാവിനെ നനച്ചുകൊണ്ടേയിരിക്കുക സ്വലാത്ത് കൊണ്ട്. ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കൊരൊറ്റ സ്വലാത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചതല്ലേ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പാപങ്ങൾ പൊറുക്കപ്പെടും, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 10 ദർജകൾ വർദ്ധിപ്പിക്കപ്പെടും. ഇങ്ങനെ എത്രയോ വാഗ്ദാനങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ സ്വഹാബത്ത് പോലും അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയോ എന്ന് സംശയിക്കത്തക്കവണ്ണം നിരന്തരമായി ദീർഘമായ സമയം സുജൂദിൽ കിടന്ന ആ വലിയ സുജൂദ് ചെയ്തത് എപ്പോഴാ? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞപ്പോഴല്ലേ, നബിയെ അങ്ങയുടെ മേൽ ഒരാൾ ഇരുന്നു കൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, ഒരാൾ എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയാൽ ഇരിക്കുന്നതിന് മുമ്പ് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇത് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഇത്രയധികം ആദരവും ബഹുമാനവും എനിക്കെന്റെ നാഥൻ തന്നുവല്ലോ എന്നോർത്ത് റബ്ബിന്റെ മുന്നിലേക്ക് സുജൂദിൽ വീണ ഹബീബിനെ സ്വഹാബത്ത് അടുത്ത് നിന്ന് സ്വഹാബാക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പോയോ എന്ന് സംശയിക്കത്തക്കവണ്ണം സുദീർഘമായിട്ട് അങ്ങനെ ആ സുജൂദിൽ കിടന്നുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ സ്വലാത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തെല്ലാം പ്രതിസന്ധികളുടെ നടുവിലായാലും നമുക്ക് ചുറ്റും എത്ര നമ്മുടെ ജീവിതമാകുന്ന കടലിൽ, ആ കടൽ എത്ര പ്രക്ഷുബ്ധമായാലും പ്രതിസന്ധികൾ കൂറ്റൻ തിരമാലകൾ കണക്കെ നമ്മ വിഴുങ്ങാൻ ഇങ്ങനെ ആഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും നമുക്കെതിരെ 4 ചുറ്റും പ്രതിസന്ധികളുടെ തമസ് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും ഇതിന്റെ എല്ലാം ഇടയിൽ സ്വലാത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. സ്വലാത്ത് കൊണ്ട് നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും. സ്വലാത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. ഏത് വലിയ പ്രതിസന്ധികളുടെ കൊടുമുടികളുടെ നടുവിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സ്വലാത്ത് കൊണ്ട് കഴിയും എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നത് നിത്യജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നുകൂടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലാഹു തആല അവന്റെ ഒരു ചെറിയ പരീക്ഷണം കണക്കെ തന്നപ്പോൾ ആ പ്രതിസന്ധികളുടെ വേളകളിൽ ഒരിക്കൽ പോലും വിനീതനായ ഞാൻ എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നോർത്തിട്ടൊന്ന് വിലപിക്കുകയോ വേദനിക്കുകയോ ചെയ്യാതെ എനിക്ക് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ എന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ അതിന്റെ കാരണം ഈന്തപ്പന കുലകളുടെയും മുന്തിരിപ്പൂ വള്ളികളുടെയും ശീതളച്ചായയിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെ ജീവന്റെ തുടിപ്പായ ചങ്കില ചോരയായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ പേരിൽ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു നേരിയ രശ്മി ഉറപ്പല്ലേ? അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളതല്ലേ, വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കും, അല്ലാത്തപ്പോഴെല്ലാം ഒരു മലക്കെനിക്ക് എത്തിച്ചു തരും. നിങ്ങൾ ഈ സമയത്ത് ചൊല്ലിയാൽ എന്റെ കാതുകൊണ്ട് കേൾക്കും. എത്ര പാപിയായാലും ദോഷിയായാലും, എത്ര ദുർബലനായി പോയാലും, എത്ര നന്മകൾ കുറഞ്ഞ ആളായാലും അള്ളാഹുവിന്റെ ഹബീബ് നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് അവിടുത്തെ കാതുകൊണ്ടെന്ന് കേട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹൃദയാന്തരാളങ്ങളിൽ നമ്മെ കുറിച്ചൊരു നേരിയ ചിന്തയോ ഒരു തൃപ്തിയുടെ നോട്ടമോ അവിടുന്ന് കിട്ടിയാൽ അതിലും വലുത് എന്താണ് സഹോദരങ്ങളെ? എന്ത് സൗഭാഗ്യമാ നമുക്ക് ഈ ജീവിതത്തിൽ നേടാൻ പറ്റുന്നത്. പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ, വിഷമങ്ങളാണ് വിഷമങ്ങൾ. ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ എപ്പോഴും നമ്മൾ പ്രശ്നങ്ങളുടെ നടുവില. നമുക്കിങ്ങനെ ദാരിദ്ര്യമാ വിഷമമാ എല്ലാവരും എപ്പോഴും
എപ്പോഴും ഫോൺ ചെയ്യാറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് വിടാറുണ്ട്. എപ്പോഴും ഇങ്ങനെ ദാരിദ്ര്യത്തിന്റെ, പ്രശ്നത്തിന്റെ, കടത്തിന്റെ, പ്രയാസത്തിന്റെ, വേദനകളുടെ ഒക്കെ കഥകൾ പറയുമ്പോൾ തിരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താ? അസ്വലാത്തു അലയ്യ തൻഫിൽ ഫഖ്റ, എന്റെ മേലുള്ള സ്വലാത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഭൗതികമായ എന്തെല്ലാം കാര്യങ്ങളിലെ ദാരിദ്ര്യമുണ്ടോ, ആത്മീയമായ എന്തെല്ലാം കാര്യങ്ങളിലെ ദാരിദ്ര്യമുണ്ടോ, ഈ ദാരിദ്ര്യങ്ങളെല്ലാം നിർമാർജനം ചെയ്യാനുള്ള ഒരേ ഒരു മാജിക് അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് അങ്ങ് ചൊല്ലുവോ, അള്ളാഹു അതുകൊണ്ട് തൃപ്തിപ്പെടുവോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും ഒന്ന് ഇഷ്ടപ്പെട്ട് കിട്ടുമോ? തീർച്ചയായിട്ടും ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള നോട്ടത്തിന്റെ ഒരു നേരിയ രശ്മി എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക്, മുഖത്തേക്ക്, ജീവിതത്തിലേക്ക്, ഭാര്യമാരിലേക്ക്, മക്കളിലേക്ക്, തൊഴിലിലേക്ക്, അധ്യാപനത്തിലേക്ക്, ഉദ്യോഗത്തിലേക്ക്, വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു കിട്ടിയാൽ, ആ പ്രകാശത്തിന്റെ ഒരു നേരിയ രശ്മി ഒന്ന് കടന്നു കിട്ടിയാൽ തീർച്ചയായിട്ടും നാം രക്ഷപ്പെട്ടു. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദുനിയാവിൽ മാത്രമല്ല നമുക്ക് ഈ ഗുണങ്ങള്, ആഖിറത്തിൽ നമുക്ക് ഗുണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കാനെത്തും, മീസാന്റെ മുന്നിൽ നമ്മുടെ അടുക്കലെത്തും, സിറാത്തിന്റെ മുന്നിൽ നമ്മുടെ അടുക്കലെത്തും. എങ്ങനെയായെത്തുന്ന? മഹ്ശറയുടെ അതിഭീകരതയിൽ നമ്മുടെ അടുക്കലെത്തും. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അങ്ങനെ എത്താൻ പറ്റുമോ? എങ്ങനെയാ എത്താൻ പറ്റുന്നത്? 1,24,000-ലധികം വരുന്ന പ്രവാചകന്മാർ, 1,00,000-ലധികം വരുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ, ഇവരെല്ലാം ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുന്നതിനിടയിൽ എങ്ങനെയാ ഒരു ഭാഗ്യം കിട്ടുക? എങ്ങനെയായാലും ആ ഒരു ഭാഗ്യം കിട്ടും. അത് കിട്ടുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? അള്ളാഹുവിന്റെ ഹബീബാണ് ഉറപ്പ്. ഹബീബ് പറഞ്ഞിട്ടുണ്ടോ? മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയ വാക്ക് നിർഗളിച്ചിട്ടുണ്ടോ? എന്നാൽ അത് സത്യം തന്നെയാണ്. അത് സ്വന്തം അഭിപ്രായ പ്രകാരം പറയില്ല. അത് ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം തന്നെയാണ് പറയുന്നതെങ്കിൽ, ഇമാം ബൈഹഖിയും ഇമാം തൊബ്രാനിയും റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വരച്ചിടുക, കൊത്തിയിടുക. അഖ്റബുക്കും മിന്നി യൗമൽ ഖിയാമത്തി ഫീ കുല്ലി മൗത്തിനിൻ അക്സറുക്കും അലയ്യ സ്വലാത്താ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഈ ഹദീസ്, ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ നിന്ന് എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ എവിടെ? ഫീ കുല്ലി മൗത്തിനിൻ, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, മഹ്ശറയുടെ ഭീകരമായ ചൂടിലും, അതികഠിനമായ ദാഹത്തിന്റെ വേളയിൽ ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിൽക്കുമ്പോഴും, നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ആ തൂക്കം എത്ര കഠിനമായ ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടന്നാലും, എത്ര വലിയ ടെൻഷനോടുകൂടി ഏതൊക്കെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയക്കാരും നിന്നാലും ഇങ്ങനൊരു ടെൻഷൻ ഉണ്ടാകുമോ സഹോദരങ്ങളെ? മീസാന്റെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള ടെൻഷൻ, ആ ടെൻഷൻ എത്ര കഠിനമായിരിക്കും. അവിടെ ഒരല്പമെങ്ങാനും ത്രാസൊന്ന് പൊങ്ങിപ്പോയാൽ, നന്മയുടെ ത്രാസൊന്ന് പൊങ്ങിപ്പോയാൽ, തിന്മയുടെ ത്രാസ് ഒരല്പമൊന്ന് താണുപോയാൽ, പിന്നെ എന്താണ് ഈ ജീവിതം? ഈ ദുനിയാവിലെ ജീവിതം മൊത്തം ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വിഫലമായി പോവുകയല്ലേ? അങ്ങനത്തെ ഘട്ടത്തിൽ ഉൾപ്പെടെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അഖ്റബുക്കും മിന്നി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് നിങ്ങളിൽ നിന്ന് ഏറ്റവും അടുപ്പമുണ്ടാകുന്നത് എല്ലാ മൗത്തിനിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരാണ്? അക്സറുക്കും അലയ്യ സ്വലാത്ത, നിങ്ങളിൽ നിന്ന് ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലുന്നവരാരാണോ അവരാണ് ഏറ്റവും അധികം എന്നോട് അടുപ്പമുള്ളവർ. ഇമാം ബൈഹഖിയും തൊബ്രാനിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കുക, നമുക്ക് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തില് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏതൊക്കെ ഘട്ടങ്ങളിൽ അവിടുത്തെ പിന്തുണയും പ്രൊട്ടക്ഷനും സഹായവും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടോ, ആ ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് നമ്മോടൊപ്പം ഉണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് ഏറ്റവും അടുത്തുണ്ടാകും. മുഴുവൻ പ്രവാചകന്മാരെക്കാളും നമ്മോട് അടുത്തുണ്ടാവും, മുഴുവൻ സ്വഹാബത്തിനെക്കാളും നമ്മോട് അടുത്തുണ്ടാവും. പക്ഷേ സ്വലാത്ത് നമ്മൾ ചൊല്ലണം. അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങനെ നമുക്ക് അടുപ്പിച്ചു തരിക എന്നുള്ളത് അള്ളാഹുവിന്റെ മുന്നിൽ അസംഭവ്യമായതോ അള്ളാഹുവിന് കഴിയാത്തതോ ആയ ഒരു കാര്യമല്ല. പക്ഷേ സ്വലാത്ത് സ്വലാത്ത് സ്വലാത്ത്
സ്വലാത്ത് ചെല്ലുമ്പോൾ ഞാൻ നിർത്തുകയാണ്. ഒരൊറ്റ കാര്യം കൂടി, അതെന്റെ പ്രിയ സഹോദരൻ മുഹസിൻ, ഞാൻ അഡ്മിനായിട്ടുള്ള അജ്വ സ്വലാത്ത് മജ്ലിസിൽ അടുത്ത സമയത്ത് ഇട്ട ഒരു വോയിസിൽ വന്ന ഒരു കാര്യം ഒന്ന് പറയണമെന്ന് പ്രത്യേകം എന്നോട് ഓർമ്മിപ്പിച്ചത് കൊണ്ട് കൂടി ഞാൻ ഡോക്ടർ മുഹസിന്റെ അഭ്യർത്ഥന മാനിച്ച് അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സ്വലാത്ത് കൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ മാറിയത് വിനീതനായ എനിക്കറിയാം. സ്വലാത്ത് കൊണ്ട് ഒരുപാട് പേര് അതികഠിനമായ പലിശയോട് ബന്ധപ്പെട്ട് LICയുടെ ഒരുപാട് കോടിപതിയായി നിന്നിട്ട് അതിന്റെ LICയുടെ മേഖലയിൽ, പലിശയുടെ വ്യാപനത്തിന്റെ മേഖലയായ LICയുടെ മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന് നമസ്കാരമോ ദീനോ ഒന്നുമില്ലാതിരുന്ന ചെറുപ്പക്കാരൻ വന്നിട്ടൊരു സന്ദർഭത്തിൽ വന്നൊരു പ്രസംഗവേദിയിൽ പ്രസംഗ സദസ്സിൽ വന്ന് പ്രസംഗം കേട്ടിട്ട് താമസിച്ച വീട്ടിൽ കാണാൻ വന്ന് രക്ഷപ്പെടണം, മാറണം, പലിശയെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് മാറണം, നന്നാകണമെന്ന് പറഞ്ഞപ്പോൾ സ്വലാത്ത് ചെല്ലാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ സ്വലാത്തുമായിട്ട് പോയി. റമളാനായിരുന്നു. നാട്ടിലെ പള്ളിയുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ നിസ്കാരപ്പള്ളിക്ക് അകത്തേക്ക് കയറിയങ്ങ് ഇരുന്ന് നിസ്കാരവും തുടങ്ങി. സ്വലാത്ത് കൊണ്ട് ആ രാത്രികളെ മൊത്തം അങ്ങ് സജീവമാക്കി കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല അത്യത്ഭുതകരമായ അവസ്ഥയിലേക്ക് ആ പൊന്നുമോനെ മാറ്റി. അവൻ അതികഠിനമായ പലിശയുടെ എല്ലാ തരത്തിലുള്ള അവന് വലിയ വീട് കിട്ടിയ, വാഹനങ്ങൾ കിട്ടിയ, ഒരുപാട് സ്വീകാര്യത കിട്ടിയ, ഒപ്പം തന്നെ ആൽബത്തിൽ അഭിനയിക്കുക കൂടി ചെയ്തതിന്റെ പേരിൽ ഉണ്ടായ എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്തുകൊണ്ട് ഫോണിന്റെ നമ്പർ വരെ മാറ്റിയിട്ട്, സിം മാറ്റിയിട്ട് ആ പൊന്നുമോൻ മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി അവനങ്ങ് വലിയ ഒരു ചേഞ്ചായി. നമ്മുടെ ഗ്രൂപ്പ് ചേഞ്ച് എന്നാണല്ലോ നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് തന്നെ. അങ്ങനെ അവനങ്ങ് ചേഞ്ചായി. അവൻ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുത്തു. മദീനയിലേക്ക്, സൗദിയിലേക്ക് പോകാനുള്ള വിസ തരപ്പെടുത്തി. സൗദിയിൽ പോയി, മദീനയിൽ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തി. പൊട്ടി കരഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബുമായി ഹൃദയബന്ധം സ്ഥാപിച്ചു. ലാസ്റ്റ് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണുക എന്ന മഹാഭാഗ്യം ഒന്നിലധികം തവണ കിട്ടി. ഇന്നിപ്പോൾ കുറച്ചു നാൾ മുമ്പ് അവൻ വഴി മാറിയ മറ്റൊരു ചെറുപ്പക്കാരന്, ഞാനുമായി വളരെ അടുപ്പമുള്ള ഒരു ചെറുപ്പക്കാരന് അയച്ചു കൊടുത്ത ഒരു വോയിസിൽ, സുബ്ഹാനല്ലാഹ്, ആ വോയിസിൽ അവന്റെ ഫാമിലി, കുടുംബം അവിടെ എത്തിയിട്ട് ഉംറയ്ക്ക് പോയിട്ട് തിരു ഹബീബിന്റെ അടുക്കൽ എത്തിയ അനുഭവത്തെ പറ്റി അവൻ പറയുമ്പോൾ ഞാനിങ്ങനെ രോമാഞ്ചത്തോടും നഷ്ടബോധത്തോടും കൂടി, ആ പൊന്നുമോനെത്തിയ അവസ്ഥയിലേക്കൊന്നും വിനീതനായി എനിക്കെത്താനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് നഷ്ടബോധത്തോടും ഒപ്പം തന്നെ രോമാഞ്ചത്തോടും കൂടിയാ ഞാൻ കേട്ടത്. വലിയ മാറ്റം, ആ പൊന്നുമോനിലുണ്ടായ മാറ്റം. മുമ്പൊക്കെ മരണമെന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുന്നു, ഇന്നിപ്പോൾ മരണമെന്ന് പറഞ്ഞാൽ മരിക്കാൻ അല്ലാഹു അനുഗ്രഹിച്ചാൽ എന്താണ് ആ ഭാഗ്യം, അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും കാണാൻ പറ്റുന്ന ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ, ഇതുപോലെ ഒരുപാട് പേര് മാറിയ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, അജ്വ സ്വലാത്ത് മജ്ലിസിൽ ഇട്ടിരുന്നു ആ ശബ്ദ സന്ദേശം. അതിൽ ഞാൻ പറഞ്ഞ ഒരു സംഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, PhD ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തീസിസ് സമർപ്പിച്ചിട്ട് കാത്തു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, വളരെ മിടുക്കനായ, വളരെ എഴുത്തുകാരനായ, വിദ്യാസമ്പന്നനായ, വളരെ ബുദ്ധിമാനായ, ചിന്തകനായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ സുന്നി സരണിക്ക് വിരുദ്ധമായ കേരളത്തിലെ ഒരു സംഘടനയുടെ കോളേജിൽ പഠിച്ച്, ആ സംഘടനയുടെ പ്രവർത്തകരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ച് അങ്ങനെ വളർന്ന് ആ സംഘടനയുടെ കോളേജിൽ പഠിച്ച്, എന്നിട്ട് ആ മനോഭാവവുമായിട്ട് അവിടുന്ന് ഡിഗ്രി എടുത്ത് അതിനുശേഷം PG ചെയ്യാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയതാണ്. അവിടെ നിന്ന് പിന്നെ PG കഴിഞ്ഞു. പിന്നീട് ഹൈദരാബാദിലെത്തി. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ, അയാളുടെ പ്രിയപ്പെട്ട ഭാര്യയും, ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നെ കാണാൻ വേണ്ടി വന്നു, ഒരു പുസ്തകം എഴുതുന്നത് സംബന്ധിച്ച്. അങ്ങനെ എൻ്റെ അടുക്കൽ വന്നപ്പോൾ അയാൾ എൻ്റെ അടുക്കൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിനിടയിൽ എപ്പോഴോ അയാൾ ഈ സുന്നി സരണിയെ പറ്റിയുള്ള, അതിൻ്റെ ഒരു ശരിയായ വഴിയിലേക്ക് കടന്നില്ലെങ്കിലും അതിനെപ്പറ്റിയുള്ള ചിന്തകളും പഠനങ്ങളും, അങ്ങനെ ആത്മീയ വഴികളെ പറ്റിയുള്ള പഠനങ്ങളും ഒക്കെ നടത്തി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരിക്കൽ എന്നെ കാണാൻ വരുന്നത്. ആ വരുന്ന ഘട്ടത്തിൽ ഒരു വ്യക്തമായ ബോധ്യമില്ലാത്ത വണ്ണം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത വണ്ണമുള്ള സംശയാലുവായി എൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അജ്വ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെടുത്തി അതിൽ ആഡ് ചെയ്യാമെന്നും അതിൽ ചൊല്ലാൻ പറയുന്ന 2 സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകൾ നിരന്തരമായി ചൊല്ലാനും ഞാൻ പറയുകയുണ്ടായി.
അത് തന്നെയാണ് മോനെ വഴി കാണിക്കപ്പെടും, നീ സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞു. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി പലപ്പോഴും എന്നോട് ആ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മാധുര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു മുമ്പ് ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പോകുമ്പോൾ ഞാൻ ആ പൊന്നുമോന് എനിക്കൊരു സഹോദരൻ തന്ന ഒരു നല്ല ഊത് ഞാൻ സമ്മാനിച്ചു, ഹദിയായി കൊടുത്തു. ആ ഊത് കൊണ്ടുപോയിട്ട് FB-യിൽ ആ ഊതിന്റെ ഫോട്ടോ ഇട്ടുകൊണ്ടൊരു ഒരു പോസ്റ്റ് എഴുതി, ഈ മനുഷ്യൻ എനിക്ക് അത്ഭുതമാണ്, ഞാൻ ഒരിക്കലും ചിരിച്ച മുഖത്തോടല്ലാതെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുകയുണ്ടായി. അങ്ങനെ എഴുതിയതിന് ആ സഹോദരൻ അതിനുശേഷം പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വേണ്ടി ഈ അടുത്ത സമയത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുപ്രീം കോടതിയുടെ കീഴിൽ നടക്കുന്ന ലോ കോളേജിൽ നിന്ന് PG ചെയ്ത് ആ PG-യിൽ 1ാം റാങ്ക് കിട്ടി. ഇപ്പോൾ അടുത്ത് റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര സമ്മാനം ആ 1ാം റാങ്ക് നേടിയതിന്റെ സർട്ടിഫിക്കറ്റും അതിലുള്ള ഉപഹാരവും കൊടുക്കുന്നത് പത്രങ്ങളിലൊക്കെ ഫോട്ടോ സഹിതം വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയുണ്ട്. ആ സഹോദരിയാണ് ഈ സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഇവർ രണ്ടുപേരും കൂടി ഇവിടെ വന്നിട്ട് ഭാര്യ അടുത്ത റൂമിലേക്ക്, എൻ്റെ ഭാര്യ ഇരിക്കുന്ന റൂമിലേക്ക് വിട്ടിട്ട് എൻ്റെ അടുക്കൽ വന്നപ്പോൾ തൊട്ടു മുമ്പ് ഞാൻ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി വളരെ സുന്നത്തായ വേഷം, തൊപ്പി, സുന്നത്തായ വസ്ത്രം ഇതൊക്കെ ആയിട്ടാണ് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു നല്ല മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് പേര് വിളിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, എന്നോട് പറയുകയുണ്ടായി, ഞാൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ എനിക്ക് കൂടുതൽ ഹബീബിനെ അറിയണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കൂടുതൽ അറിയാനുള്ള പല കാര്യങ്ങളോട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പകല് മൊത്തം എനിക്ക് ആശങ്കയുടെ ദിവസമായി. ഞാൻ അന്ന് രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്നും ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഊത് കുറേശ്ശെ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവ് കുറച്ച് പുരട്ടിയിട്ട് സ്വലാത്തും ചൊല്ലിക്കൊണ്ടാണ് കിടക്കൽ, ഉസ്താദ് തന്ന ഊത്. ഞാൻ അന്നും ആ ഊതെടുത്ത് ഞാനും എൻ്റെ സുഹൃത്തും തമ്മിൽ ചർച്ച ചെയ്തു. നമ്മൾ സാധാരണ പുറത്തു പോകുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കും, വൃത്തിയായിട്ട് പോകും. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സൊക്കെ ഇട്ടങ്ങ് ഉറങ്ങാൻ കിടക്കും. ശരിക്കും ഉറങ്ങാൻ കിടക്കുമ്പോഴാണല്ലോ നമ്മളും നമ്മുടെ നാഥനും തമ്മിലുള്ള സംവദിക്കുന്ന ലോകം, അവിടെയാണല്ലോ. അപ്പോൾ ആ സമയത്താണല്ലോ നാം ഏറ്റവും അധികം നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചൊക്കെ കിടക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും നല്ല ഡ്രസ്സ് ധരിച്ച് ഈ ഊതിന്റെ അത്ര ഞാൻ നന്നായി ശരീരത്ത് പുരട്ടി എന്നിട്ട് സ്വലാത്ത് ധാരാളം ചൊല്ലിക്കൊണ്ട് ഞാൻ കിടന്നു. അതുവരെ പറഞ്ഞിട്ട് ആ പൊന്നുമോൻ പിന്നീട് പൊട്ടിക്കരയുകയായിരുന്നു. എന്റെ കൈ പിടിച്ച് മുറുക്കിക്കൊണ്ട് പറഞ്ഞു, ഉസ്താദേ, ആ രാത്രിയിൽ ഞാൻ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തവണ്ണം ആ പ്രിയപ്പെട്ട സഹോദരൻ കണ്ണീരിലും ഏങ്ങലിലുമായി. എന്ന് മാത്രമല്ല, എനിക്ക് ആശങ്കയുള്ള വിഷയങ്ങളെപ്പറ്റി ചോദിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ ഇങ്ങനെ പറ്റിയ ഒരാളിനെ കിട്ടണമേ എന്ന് ഞാൻ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ട് സ്വലാത്തും ചൊല്ലി ഇങ്ങനെ കിടക്കുകയായിരുന്നു. എൻ്റെ ഹബീബ് ഒരു പ്രമുഖ പണ്ഡിതനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എൻ്റെ കൈ പിടിച്ചു വെച്ചു കൊടുക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടു. എനിക്ക് പറയാൻ കഴിയുന്നില്ല ആ കാഴ്ചയുടെ രംഗം എന്ന് വിശദീകരിക്കുകയുണ്ടായി. ഇത് ഈ തൊട്ടടുത്ത ദിവസമുണ്ടായ ഒരു സംഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആളുകളും വിദ്യാസമ്പന്നരാണ്, ചിന്താശേഷിയുള്ളവരാണ്, ഒരുപാട് ഉദ്യോഗവും മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, ഒരുപാട് തിരക്കുള്ളവരാണ്. പക്ഷെ ഈ തിരക്കിനെല്ലാം ഇടയിൽ ആൾക്കൂട്ടത്തിൽ തനിയാകാൻ നമുക്ക് കഴിയണം. തനിയെ എന്ന് പറയുമ്പോൾ എങ്ങനെ തനിയാകാൻ? നമ്മുടെ നാഥനും നമ്മുടെ ഹബീബുമായിട്ടൊന്ന് തനിയാകാൻ, അങ്ങനെ ഒന്നിരിക്കാൻ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അങ്ങനെ ഒരു ദിവസം ഒരു 300 സ്വലാത്തെങ്കിലും ഈ ഗ്രൂപ്പിൽ, ചേഞ്ച് ഗ്രൂപ്പിൽ അഭിവന്ദ്യനായ സയ്യിദ് നിങ്ങൾക്ക് ഇജാസത്ത് തന്നിട്ടുള്ള ആ സ്വലാത്ത് നിങ്ങൾ ഒരു 300 സ്വലാത്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചൊല്ലാൻ. വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച വൈകുന്നേരമായാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങണം. എങ്ങനെ അസ്വസ്ഥമാകണം? ദുനിയാവിന്റെ കാര്യങ്ങളിൽ കെട്ടുപിണയുന്നതിൽ അസ്വസ്ഥമാകാൻ തുടങ്ങണം. വ്യാഴാഴ്ച വൈകുന്നേരമായാൽ നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ അസ്വസ്ഥമായിട്ട് സ്വസ്ഥതയിലേക്ക് നമ്മൾ വരണം. ആ സ്വസ്ഥത എവിടെയാണ്? നാം വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം, അതല്ലെങ്കിൽ ഇശാ നമസ്കാരത്തിനെങ്കിലും ശേഷം നമ്മുടെ മുറിയിൽ, നമ്മുടെ എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടെ നമുക്കൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ കഴിയണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബവുമായിട്ടൊന്നിരിക്കാൻ കഴിയണം. എന്നിട്ട് നാം നമ്മുടെ ഹൃദയത്തെ വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ റൗളാ ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ തിരുദൂതരെ, നമ്മുടെ ഹബീബിനെ, നമ്മുടെ ജീവന്റെ തുടിപ്പിനെ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കണം. നാം തികച്ചും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് നാം ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്
പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ ശബ്ദം കേൾക്കുന്നു എന്നൊന്ന് ഓർത്തു നോക്കിയേ സഹോദരങ്ങളെ. ഏത് ചെറ്റക്കൂരയിൽ ഇരുന്നു കൊണ്ടായാലും, ഏത് വലിയ കൊട്ടാരത്തിലിരുന്നു കൊണ്ടായാലും, ഏത് വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ടായാലും, ഏത് ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടായാലും, ഏത് തൊഴിൽശാലയിൽ ഇരുന്നു കൊണ്ടായാലും, എവിടെ ഇരുന്നു കൊണ്ടായാലും വെള്ളിയാഴ്ച രാവ് ചൊല്ലുന്ന സ്വലാത്തും വെള്ളിയാഴ്ച പകൽ ചൊല്ലുന്ന സ്വലാത്തും ആ 12 മണിക്കൂർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നമ്മുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എത്രയോ മോശമായ കാര്യങ്ങളൊക്കെ പലപ്പോഴും നാവ് കൊണ്ട് പറഞ്ഞു പോയിട്ടുള്ള എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ നാവിനെ ഒന്ന് ശുദ്ധമാക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അവിടുന്ന് തന്നെ കേട്ട് ആ സലാമിന് അവിടുന്ന് ഒരു മറുപടി പറഞ്ഞു കിട്ടിയാൽ അതിൽ വലിയ എന്ത് ഭാഗ്യമാണ് സഹോദരങ്ങളെ കിട്ടാനുള്ളത്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും സമാധാനം കിട്ടും. കിടക്കുന്നത് ഇരുമ്പഴിക്കുള്ളിലായാലും സമാധാനം കിട്ടും. അബൂ ഗരീബിന്റെയോ ഗോണ്ടനാമയുടെയോ തടങ്കൽ പാളയത്തിനകത്തായാലും സമാധാനം കിട്ടും. പൊട്ടക്കിണറ്റിനകത്തായാലും സമാധാനം കിട്ടും. തീർച്ചയായും സമാധാനം കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കാണാവുന്ന മഹാഭാഗ്യത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്തണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രതിസന്ധിയെ പറ്റി അറിയുമല്ലോ. നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. എൻ്റെ നിരപരാധിത്വം വ്യക്തമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ പാദസേവയിൽ എന്ന വണ്ണം ശിഷ്ടായി ഖിദ്മത്തിലായി ചെലവഴിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി, നിരപരാധിത്വം വ്യക്തമാക്കപ്പെടുന്നതിന് വേണ്ടി, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി, ആഖിബത്ത് നന്നായി ഭരിക്കുന്നതിന് വേണ്ടി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കഴിയാനുള്ള ഭാഗ്യത്തിന് വേണ്ടി, ഈ അടുത്ത സമയത്ത് മരണപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഉമ്മായുടെ ആഖിറം സന്തോഷത്തിലാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അവസരം ലഭ്യമായാൽ ഇനിയും ഇൻഷാ അല്ലാഹ്, എനിക്കതിനുള്ള സാഹചര്യം ഒരുപാട് പരിമിതികൾക്ക് നടുവിലാണ്, എന്നാലും സാഹചര്യം ഉണ്ടായാൽ ഞാൻ ഇനിയും ഗ്രൂപ്പിലേക്ക് വരാം, നിങ്ങളോട് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ദുആയിൽ മറക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.